മധുരം കഴിക്കാനുള്ള കൊതി കൊണ്ട് ഓവനിലോട്ട് ഇറങ്ങിയതാണ്. പക്ഷേ പോകുന്ന വഴിയിലാണ് അറിഞ്ഞത് നമ്മുടെ എറണാകുളത്തപ്പൻ അമ്പലത്തിൽ ഉത്സവം തുടങ്ങിയിട്ടുണ്ടെന്ന്. ഉത്സവം കാണാനുള്ള മാനസികാവസ്ഥ ഇല്ലാത്തത് കൊണ്ടും അതിനെ പറ്റിയ വേഷഭൂഷാദികളല്ലാത്തത് കൊണ്ടും ആദ്യം കുറച്ച് മൈൻഡ് ആക്കണ്ട എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ നടന്ന് നീങ്ങിയപ്പോഴാണ് ആനകൾ കണ്ണിൽ പെട്ടത്. ആനകളെന്നും മലയാളികൾക്കൊരു വീക്ക്നെസ് ആണല്ലോ. എന്നാൽ പിന്നെ നേരിട്ട് കുറച്ച് നേരം കണ്ട് നിന്ന് തന്നെ ആസ്വദിക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് കടന്നു. ആസ്വാദനമൊക്കെ കഴിഞ്ഞപ്പോഴാണ് തൊട്ടപ്പുറത്ത് ദേ തിരുവാതിരക്കളി നടക്കുന്നു. എന്നാൽ പിന്നെ വന്ന സ്ഥിതിക്ക് അതും കൂടെ കാണാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് കൂടെ കയറി. പക്ഷേ കളി നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ പടക്കം പൊട്ടിത്തുടങ്ങിയപ്പോൾ കളിച്ചുകൊണ്ടിരുന്നവരും കാണികളും ഒക്കെ ഭയങ്കര അസ്വസ്ഥരായി. ചെവി പൊട്ടുമാറ് പടക്കം വരുമ്പോഴും അവരവരുടെ കളി തുടർന്നുകൊണ്ടേയിരുന്നു കേട്ടോ. ശേഷം നമ്മൾ കുറച്ച് പടക്കമൊക്കെ കണ്ടു. അത്യാവശ്യം കുറച്ച് കളർഫുള്ളൊക്കെ ആയിരുന്നു. അവിടുന്ന് നേരെ വന്ന കാര്യത്തിലേക്കാണ് നമ്മൾ പോയത്. വന്ന സ്ഥിതിക്ക് ഓവനിൽ കയറി ഡോണറ്റ് കഴിക്കാതെ എങ്ങനെയാണ് പോവുക. അങ്ങനെ ഡോണറ്റ് കഴിച്ചതിന് ശേഷം ഇറങ്ങിയപ്പോൾ ഈ തൊട്ടപ്പുറത്ത് ദർബാർ ഹാളിൽ നല്ല നാടൻ പാട്ട്. എന്നാൽ പിന്നെ അവിടെ കൂടെ പോയി ആ നാടൻ പാട്ടും കേട്ട് ആസ്വദിച്ച് ഉത്സവപ്പറമ്പിലൂടെ കുറച്ച് നേരം നടന്നു. പണ്ട് കാലത്ത് നമ്മുടെയൊക്കെ ബാഗിലുണ്ടാവാറുള്ള നാരങ്ങ മിഠായും കടലമിഠായും പുളിമുട്ടായും മധുരസേവയും പൊരിയുണ്ടയും ഒക്കെ കണ്ടു. പക്ഷേ ഒന്നും വാങ്ങാൻ തോന്നിയില്ല. എന്തോ പഴയ ടേസ്റ്റോ താല്പര്യമോ ഒന്നും ഇല്ലാത്തതുപോലെ. കുറിക്കാൻ കുറച്ച് കടലയും വാങ്ങി ഉത്സവപ്പറമ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നാടൻ പാട്ടും ആസ്വദിച്ച് ഉത്സവപ്പറമ്പിലെ കാഴ്ചകളും കണ്ട് അങ്ങനെ നടന്നു. സമയം കഴിയുന്തോറും വിശപ്പിൻ്റെ വിളി കൂടുമല്ലോ. അങ്ങനെ വിശപ്പ് മാറ്റാൻ വേണ്ടി അടുത്ത് കണ്ട് ഏതോ ഒരു കടയിൽ കയറി നെയ്റോസ്റ്റും സാമ്പാറും കഴിച്ചു. കട അടയ്ക്കാറായ സമയം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ആ കടയിലെ ചേട്ടൻ 3 പാത്രത്തിലാണ് എനിക്ക് സാമ്പാർ കൊണ്ടുവച്ചത്. അതിനി കട അടയ്ക്കാറായതുകൊണ്ടാണോ അതോ ചട്നിയും ചമ്മന്തിയും ഒന്നും വേണ്ട സാമ്പാർ മാത്രം മതിയെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാണോ എന്നും അറിയില്ല. ഏതായാലും നല്ല സാമ്പാറും നെയ്റോസ്റ്റും കഴിച്ച് വയറും മനസ്സ് നിറച്ച് ഇന്നത്തെ രാത്രി കൂടെ ഇവിടെ കടന്നു പോവാണ്. അപ്പോൾ ഇനി നാളെ കാണാം.